ജൂയിഷ് ഫെസ്റ്റിവലായ ഹനൂക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഈ 5th സെഞ്ചുറിയിൽ ഗ്രീസ് പട്ടാളവുമായിട്ട് കൺസർവേറ്റീവ് ജൂസ് നടത്തിയ ഒരു ആക്രമണമുണ്ട്. കാരണം അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ കൺസർവേറ്റീവ് ജ്യൂസിന് അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അവരും ഗ്രീസ് പട്ടാളത്തെ ജയിച്ച ദിവസം അത് 8ഓളം ദിവസം, അത് നമ്മുടെ ദീപാവലി പോലെ നിങ്ങൾ കണ്ടു കാണും ഈ ജൂയിഷിന്റെ വിളക്ക് കത്തിക്കുന്ന ലാമ്പ്. കാരണം 8ഓളം ലാമ്പ്, അവരുടെ ഒരു പ്രത്യേക ലാമ്പുണ്ട്. അപ്പം ആ ലാമ്പ് തെളിയിക്കുന്ന 1ാമത്തെ ദിവസമാണിത്. 8 ദിവസം നീണ്ടു നിൽക്കും. 8ഓളം ലാമ്പ് ഇത് കത്തിക്കും. ഇതാണ് ഈ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. വലിയ ഫെസ്റ്റിവലല്ല, പക്ഷേ ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഇത് വലിയ ഫെസ്റ്റിവലാണ്. അപ്പോൾ ആ ഒരു ഫെസ്റ്റിവലിന് ഏകദേശം ഒരു ഗ്യാതറിങ് 1500ഓളം 2000 ജൂയിഷ് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സിഡ്നിയിലുള്ളവരും മറ്റുള്ള ഭാഗത്തുള്ളവരും അവിടെ അസംബിൾ ചെയ്തു. അവിടെ ഫുഡ് കോർട്ടുണ്ട്, മറ്റുള്ള പരിപാടികളുണ്ട്. അതായത് ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഉത്സവമൊക്കെ നടക്കത്തില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗത്തോട്ടാണ് ഈ പറയുന്ന 2ഓളം ഇസ്ലാമിക മതഭീകരന്മാർ കടന്നു വരുന്ന ഇത് ഫയർ ചെയ്യുന്നത്. ഇതാണ് അവിടെ നടന്ന ഇൻസിഡൻറ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 1ാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം യുണൈറ്റഡ് നേഷൻ 2 സ്റ്റേറ്റ്, അതായത് ജൂയിഷ് സ്റ്റേറ്റും വേണം പാലസ്റ്റീനും വേണം എന്ന് യുണൈറ്റഡ് നേഷനിൽ ആവശ്യപ്പെട്ടു. അതായത് പ്രസിഡന്റ് ആന്റണി ആൽബനീസ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 2 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ 1645 ആൻറ്റി സെമറ്റിക് ഇഷ്യൂസ് ഉണ്ടായി. അതായത് ജൂയിഷ് അവരുടെ കച്ചവടങ്ങളും റെസ്റ്റോറൻറ്റുകൾ കത്തിക്കുക, അവരുടെ സിനഗോഗ് കത്തിക്കുക, സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്യുക, അങ്ങനെ സ്ഥിരം അതുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം അവിടെ ഉണ്ടായത് 1645 ഇൻസിഡൻറ്റുകളാണ് ഓസ്ട്രേലിയ ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റി സെമറ്റിക് ഇഷ്യൂസ് നടന്നത് ഓസ്ട്രേലിയയിലാണ്.